ഏതോ നിദ്രതൻ പൊന്മയിൽ തീരിയിൽ ഏഴുവർണ്ണങ്ങളും നീത്തി ആ വഴിയോരത്ത് അന്നാഗമാ സന്ധ്യയിൽ ആവണി പൂവായി നിന്നുവെന്നോ. വീണ്ടും S3 ഈവനിങ്ങിൽ നിന്ന് സുരേഷ്. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. പ്ലീസ് സർ. പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒത്തുകൂടലിന്റെ സ്പിരിറ്റിനെ സംബന്ധിച്ച് സംസാരിക്കാം. സംഘാടക സമിതി അറിയിക്കുന്നുണ്ട്. സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മോള് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. ബൈപ്പാസ് തൃശ്ശൂരാണ്. ഒരു കാര്യം പറയട്ടെ, ആദ്യം കോളേജിൽ പഠിക്കുന്ന കാലത്ത് റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്നെ തിരഞ്ഞെടുത്തു, ആദരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഇങ്ങനെ ഒരു ഈവനിങ് ബാച്ചാണ്. സാധാരണ കേസിൽ ഞങ്ങൾ 5 പേരിൽ കൂടുതൽ ഉണ്ടാവാറില്ല. ഇത്രയും പേരെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ ബത്തേരിയിൽ നിന്ന് വന്നത് മുതലായി. ഏതായാലും ഹസ്ബൻഡ് ഇവിടെ ചൈതന്യ പേരൽ കോളേജ് നടത്തിയിരുന്നു. ശശി മാഷ് ഒരുവിധം എല്ലാവരും അറിയുന്നുണ്ടായിരിക്കും. ഞങ്ങൾക്കൊരു മോളാണുള്ളത്. അവൾ LF ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ റിസർച്ച് എടുക്കാൻ ലീവിലാണ്. അതിൻ്റെ സ്ഥിരമല്ലല്ലോ, എന്തെങ്കിലും കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ പോകുള്ളൂ. അതിൻ്റെ പിന്നെ കുട്ടിയെ നോക്കിയിരിക്കും. ഈ വർഷം ശൗര്യമൊക്കെ ഞങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാനവാസ്. രണ്ടാമത്തെ മകള് അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. സ്പെഷ്യലായിട്ടെന്ന് പറയാനുള്ള ഈ മോളെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു എന്തായാലും തരണം, സീറ്റ് തരണം, പാക്ക് വരാൻ പറ്റില്ല. എന്നാൽ ഓക്കെ, ഞാൻ സൈൻ ചെയ്തു. എന്തായാലും ഈ വേദി കാണുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണ്. ഞങ്ങൾ ഇവിടെ 3ാമത്തെ തവണയായിട്ടാണ് വരുന്നത് തോന്നുന്നുണ്ട്. 2 തവണയും വന്നിട്ടുണ്ട്. പിന്നെ എന്നെ ഒരുവിധ ആൾക്കാർക്ക് അറിയാം. എൻ്റെ പേര് റജുല. കണ്ടമുഖ അമ്പലത്തിൻ്റെ അവിടെയാണ് വീട്. എനിക്ക് 3 മക്കളാണ്, 2 ആണ്, 1 പെണ്ണ്. മോന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. മോള് ഫാർമസിസ്റ്റാണ്. ഓർക്കിഡ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുവിധമുള്ള ആൾക്കാരൊക്കെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ കുറച്ച് അസൂയൊക്കെ തോന്നുന്നുണ്ട്.
എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട്.